നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. ചെണ്ടമേളത്തിന് ഉപയോഗിക്കുന്ന ചുറ്റ് എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ചെണ്ടമേളം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കോട്ടൺ തുണിയാണ്. ഇവിടെ പഴയ ഒരു മുണ്ടാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ കഴിക്കുന്ന ചോറിനെ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ മിക്സിയിലായിരുന്ന സമയത്ത് ഇത് അരച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി സൗകര്യമുണ്ട്, പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഈ മുണ്ട് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിലെ ഓരോ വിരലിനും ഓരോ അളവാണല്ലോ. ഈ ലൈനിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഈ തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൈ മടങ്ങാൻ വേണ്ടിയുള്ള രീതിയിലാണ് മുകളിൽ അങ്ങനെ എടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്തേക്ക് സെപ്പറേറ്റ് ഒരു തുണി അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് കമ്പാരിറ്റീവ്ലി വീതി കുറവായിരിക്കും. അതിനുശേഷം ഓരോരുത്തരുടെ സൗകര്യ പ്രകാരം നമ്മുടെ ഇതാണ് ഡിസ്റ്റൻസ്. ഒരാളെ കൈപ്പത്തിയുടെ നമ്മുടെ ലിറ്റിൽ ഫിംഗർ മുതൽ തമ്പ് വരെയുള്ള ആ അകലം പ്ലസ് ഒരു 4 വിരൽ കാണുന്നുണ്ടോ? ഇതാണ് ഇതിൻ്റെ ലെങ്ത്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിന് തിക്നെസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് ആവാം. ഒരുപാട് തിക്നെസ് ആയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ അളവിനാണ് ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ അളവിന് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കൈയുടെ താഴ്ഭാഗത്തേക്ക് ഇടേണ്ടുന്ന ആ പീസും അതേ ലെങ്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നമ്മൾ അരച്ച് വെച്ച ആ ചോറ് അത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. ഇതിനകത്തൊരു തരി പോലും ഇല്ലാത്ത രീതിയിൽ ഇതിനെ നന്നായിട്ട് തേച്ച് എടുക്കുക. അപ്പോൾ ആദ്യം ഇത് കൂട്ടത്തിനെ തേച്ചെടുക്കുക. കാണുന്നുണ്ടോ? നന്നായിട്ട് തേച്ചെടുത്തിട്ട് ഇതിൽ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതിനെ നന്നായിട്ട് വടിച്ചൊന്ന് എടുക്കുക. ഇപ്പോൾ രണ്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ വടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജിലൊക്കെ നന്നായിട്ട് ബൈൻഡായിരിക്കാൻ വേണ്ടി നന്നായിട്ട് തന്നെ പശ വയ്ക്കുക. അപ്പോൾ അതിനുശേഷം ഇത് ഇളക്കിയെടുത്ത് പശ നമ്മൾ തേക്കാത്ത ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ നമ്മൾ ചുറ്റണം. അപ്പോൾ എപ്പോഴും പശ മുകളിലുള്ള ഭാഗത്തായിരിക്കും. അടുത്ത റൗണ്ട് ചുറ്റുമ്പോഴായിരിക്കും അത് നന്നായിട്ട് ബൈൻഡായി വരുന്നത്. അതിനുശേഷം ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, ടൈറ്റായി കൊടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കും. ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അതുപോലെ തന്നെ മുകളിലെ ഭാഗം നമ്മൾ പശ പുരട്ടിയ ഭാഗമാണ് മുകളിൽ വന്നിരിക്കുന്നത്. ചുളിവുകളൊന്നും വരാതെ നീറ്റായിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം. എന്നിട്ട് ടോപ്പ് ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് തിരിഞ്ഞെടുക്കണം. ചെയ്തേ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത ഒരു പീസാണ് ഈ കാണുന്നത്. ഓരോരുത്തരുടെയും
നമുക്ക് ഓരോ കയ്യിലും ഓരോ തിക്നെസ് ആണ്. അപ്പോൾ ഓരോ വിരലിനും സെപ്പറേറ്റ് ചെയ്യുക. അത് ഓരോ വിരലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാത്ത രീതിയിൽ. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എല്ലാ വിരലിലും വെച്ചിട്ട്, ഇത് രാത്രി കാലങ്ങളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിത് ഇങ്ങനെ തന്നെ ഒരു 6 മണിക്കൂറോളം വെച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഉറങ്ങുന്ന സമയത്ത് കൈ ഒന്ന് മൂവ് ചെയ്യാത്ത രീതിയിൽ എവിടെയെങ്കിലും നെഞ്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സേഫായിട്ട് ഇത് വെച്ചേക്കുക. പിറ്റേ ദിവസം നമ്മളിതെടുത്ത് ഒരു വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വെയിൽ കൊള്ളിക്കും തോറും ഇതിൻ്റെ കട്ടി കൂടി വരും. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ 4 വിരലിലും ഈ 4 വിരലിലും ഓരോ പീസ് നമ്മൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തെങ്കിലും മറ്റു രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഈ ചുറ്റ് നിർമ്മിക്കുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.